ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലെ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ മേ ഹാവ് ഇവയുടെ ഉപയോഗമാണ്. ഇതുപോലുള്ള മറ്റു വാക്കുകൾ നമ്മൾ കാണുകയുണ്ടായി. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മസ്റ്റ് ഹാവ്, വിൽ ഹാവ്. കഴിഞ്ഞ ക്ലാസ്സിൽ മൈറ്റ് ഹാവ്, മേ ഹാവ് ഇവ കണ്ടു. ഇവയുടെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. മസ്റ്റ് ഹാവിന്റെ ഉപയോഗം ശരിക്കറിഞ്ഞാൽ ഇത് എളുപ്പമാണ്. മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞു പോയ ഒരു കാര്യം ഊഹിച്ച് ഉറപ്പോടെ പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇന്നലെ അവർ ജയിച്ചിട്ടുണ്ടാകും, ഇന്നലെ അവർ ജയിച്ചിട്ടുണ്ടാകും. അവരൊരു മാച്ചിന് പോയതാണ്, ഞാൻ ഊഹിച്ചു പറയുകയാണ്. അവർ നന്നായിട്ട് കളിക്കുന്നവരാണ്, ഞാൻ ഊഹിച്ചു പറയുന്നു ഇന്നലെ അവർ ജയിച്ചിട്ടുണ്ടാകും. They must have won yesterday. They must have won. Win, won, won. Win, won, won. Okay. They must have won yesterday. ഇന്നലെ അവർ ജയിച്ചിട്ടുണ്ടാകും. എന്നാൽ ഉറപ്പില്ല, ഒരുപക്ഷെ ജയിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ മേ ഹാവ് ഉപയോഗിക്കുമെന്ന് പറയുകയുണ്ടായി. ഇത് തമ്മിലുള്ള ചെറിയ വ്യത്യാസമുള്ള മൈറ്റ് ഹാവ് എന്ന് പറയുമ്പോൾ മേ ഹാവിലും കുറവാണ് സാധ്യത. അപ്പോൾ എങ്ങനെ പറയും? They might have won yesterday. They might have won yesterday. അവർ ഒരുപക്ഷെ ഇന്നലെ ജയിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ they may have won yesterday. They may have won yesterday. ഒരുപക്ഷെ അവർ ഇന്നലെ ജയിച്ചിട്ടുണ്ടാകും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ വാചകത്തിന്റെ ഘടനയും നമുക്കറിയാം. ഇവയെല്ലാം ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അർത്ഥം വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് അതിൻ്റെ കൂടെ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ മേ ഹാവ് വഹിക്കും. അതിൻ്റെ കൂടെ വേർബിന്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കുക. ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടു. ഇതിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ കാണുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടാകാം, ഐ മൈറ്റ് ഹാവ് റിട്ടൺ. ഞാൻ എഴുതിയിട്ടുണ്ടാകാം. അതിലെ വെർബ് ഏതാണ്? മൈറ്റ് ഹാവ് റിട്ടൺ. 3 വാക്കുകളുണ്ട്, അത് മറക്കരുത്. മൈറ്റ് മാത്രമാണ് വെർബ് എന്ന് പറഞ്ഞേക്കരുത്, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ആണ് വെർബ് എന്ന് പറഞ്ഞേക്കരുത്. മൈറ്റ് ഹാവ് റിട്ടൺ, ആ 3 വാക്കുകൾ ഒരുമിച്ചാണ് വെർബ് ആകുന്നത്. ഓക്കെ, അങ്ങനെ എപ്പോഴും മനസ്സിലാക്കണം. ഇവിടെ മേ ഹാവ് റിട്ടൺ അതാണ് വെർബ്. അവിടെയും 3 വാക്കുകളുണ്ട്. മലയാളത്തിൽ നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, എഴുതിയിട്ടുണ്ടാകാം. ഓക്കെ, ഇന്ന് നെഗറ്റീവ് ആണ്. ഇവ പോലെ തന്നെയാണ് നെഗറ്റീവും. മൈറ്റ് ഹാവിന്റെ ഇടയ്ക്ക് നോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ മേ ഹാവിന്റെ ഇടയ്ക്ക് നോട്ട് വയ്ക്കുക. ഐ മൈറ്റ് നോട്ട് ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല, ഉറപ്പില്ല. ഒരുപക്ഷെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ കുറെ കൂടി ആ വാചകത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ആ വാക്ക് എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക. ഐ മേ നോട്ട് ഹാവ് റിട്ടൺ, ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടാകില്ല. നമുക്ക് അത്ര ഉറപ്പില്ല അത് പറയുമ്പോൾ. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി മസ്റ്റ് ഹാവിന്റെ നെഗറ്റീവ് ഓർക്കണേ. ഐ കാണ്ട് ഹാവ് റിട്ടൺ എന്നാണ് പറയുക. പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഐ മസ്റ്റ് നോട്ട് ഹാവ് റിട്ടൺ എന്നും പറയാം, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുക ഐ കാണ്ട് ഹാവ് റിട്ടൺ ആണ്. ഇവിടെ ഇതേപോലെ തന്നെ ഉപയോഗിക്കുക. ഐ മേ നോട്ട് ഹാവ് റിട്ടൺ ഓർ ഐ മേ നോട്ട് ഹാവ് റിട്ടൺ. ഞാൻ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകില്ല. ഓക്കെ, ഈ വാചകത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമേ പ്രാക്ടീസ് ചെയ്യാവൂ. നമുക്ക് നോക്കാം. ഐ മൈറ്റ് നോട്ട് ഹാവ് റിട്ടൺ. ഐ മൈറ്റ് നോട്ട് ഹാവ് റിട്ടൺ, ഞാൻ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ എന്നതിന് ഇംഗ്ലീഷിൽ പല വാക്കുകളുണ്ട്. പെർഹാപ്സ് അല്ലെങ്കിൽ മേ ബി എന്ന് പറയും, അല്ലെങ്കിൽ സംടൈംസ്, ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. അവയൊന്നും ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. ഒരുപക്ഷെ എന്ന് കൂട്ടിച്ചേർക്കുന്നത് ഇതിന്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സംശയത്തോടെ പറയുകയാണ്. ഐ മൈറ്റ് നോട്ട് ഹാവ് ഗോൺ, ഒരുപക്ഷെ ഞാൻ പോയിട്ടുണ്ടാകില്ല. ഐ മൈറ്റ് നോട്ട് ഹാവ് കം, ഒരുപക്ഷെ ഞാൻ വന്നിട്ടുണ്ടാകില്ല. ഐ മൈ നോട്ട് ഹാവ് സ്ലെപ്റ്റ്, ഒരുപക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഐ മൈ നോട്ട് ഹാവ് ഹെൽപ്ഡ്, ഒരുപക്ഷെ ഞാൻ സഹായിച്ചിട്ടുണ്ടാകില്ല. ഐ മൈ നോട്ട് ഹാവ് ആസ്ക്ഡ്, ഒരുപക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ടാകില്ല. ഇതിന് പകരം മേ നോട്ട് ഹാവ് എന്നും പറയാം. ഇവ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞു, അത് മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് യു വെച്ച് നോക്കാം. യു മൈ നോട്ട് ഹാവ് റിട്ടൺ, ഒരുപക്ഷെ നീ എഴുതിയിട്ടുണ്ടാകില്ല. യു മൈ നോട്ട് ഹാവ് ഗോൺ, ഒരുപക്ഷെ നീ പോയിട്ടുണ്ടാകില്ല. യു മൈ നോട്ട് ഹാവ് കം, ഒരുപക്ഷെ നീ വന്നിട്ടുണ്ടാകില്ല. യു മൈ നോട്ട് ഹാവ് സ്ലെപ്റ്റ്, ഒരുപക്ഷെ നീ ഉറങ്ങിയിട്ടുണ്ടാകില്ല. യു മൈ നോട്ട് ഹാവ് ഹെൽപ്ഡ്, ഒരുപക്ഷെ നീ സഹായിച്ചിട്ടുണ്ടാകില്ല. യു മൈ നോട്ട് ഹാവ് ആസ്ക്ഡ്, ഒരുപക്ഷെ നീ ചോദിച്ചിട്ടുണ്ടാകില്ല. ഹി വെച്ച് നോക്കാം. അവൻ, അയാൾ, അദ്ദേഹം. ലാറ്റിൻ ഇംഗ്ലീഷിലെ ഹി ആണ്. ഇത് സിംഗുലർ ആണ്, പക്ഷെ ഇത് തന്നെ ഉപയോഗിക്കുക. ഹി മൈ നോട്ട് ഹാവ് റിട്ടൺ, അവൻ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകില്ല. ഹി മൈ നോട്ട് ഹാവ് ഗോൺ, അവൻ ഒരുപക്ഷെ പോയിട്ടുണ്ടാകില്ല. ഹി മൈ നോട്ട് ഹാവ് കം, അവൻ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകില്ല. He may not have slept.
അവൻ ഒരുപക്ഷെ ഉറങ്ങിയിട്ടുണ്ടാകില്ല. He may not have helped, ഒരുപക്ഷെ അവൻ സഹായിച്ചിട്ടുണ്ടാകില്ല. He may not have asked, ഒരുപക്ഷെ അവൻ ചോദിച്ചിട്ടുണ്ടാകില്ല. She വെച്ച് സിംഗുലർ ആണ്, ഇതേപോലെ തന്നെയാണ്. She may not have written, ഒരുപക്ഷെ അവൾ എഴുതിയിട്ടുണ്ടാകില്ല. She may not have gone, ഒരുപക്ഷെ അവൾ പോയിട്ടുണ്ടാകില്ല. She may not have come, ഒരുപക്ഷെ അവൾ വന്നിട്ടുണ്ടാകില്ല. She may not have slept, ഒരുപക്ഷെ അവൾ ഉറങ്ങിയിട്ടുണ്ടാകില്ല. She may not have helped, ഒരുപക്ഷെ അവള് സഹായിച്ചിട്ടുണ്ടാകില്ല. She may not have asked, ഒരുപക്ഷെ അവള് ചോദിച്ചിട്ടുണ്ടാകില്ല. അടുത്തത് they, അവർ അല്ലെങ്കിൽ ഇവർ പ്ലൂറൽ ആണ്, ഇതേപോലെ തന്നെ ഉപയോഗിക്കുക. They might not have written, അവർ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാകില്ല. They might not have gone, ഒരുപക്ഷെ അവർ പോയിട്ടുണ്ടാകില്ല. They might not have come, ഒരുപക്ഷെ അവർ വന്നിട്ടുണ്ടാകില്ല. They might not have slept, അവർ ഒരുപക്ഷെ ഉറങ്ങിയിട്ടുണ്ടാകില്ല. They might not have helped, ഒരുപക്ഷെ അവർ സഹായിച്ചിട്ടുണ്ടാകില്ല. They might not have asked, ഒരുപക്ഷെ അവർ ചോദിച്ചിട്ടുണ്ടാകില്ല. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ പ്രാക്ടീസിന്റെ അവസാനം ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ട് ഇവയെല്ലാം വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, നെഗറ്റീവ് ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യം ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിന്റെ ചോദ്യവും നെഗറ്റീവ് ചോദ്യമൊന്നും സാധാരണ ചോദിക്കാറില്ല. ഇത് രണ്ടുമാണ് സാധാരണ ഉപയോഗിക്കുക. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യണം. അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ഒരേപോലെയാ, അർത്ഥവ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്യാൻ. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലെ എല്ലാ വെർബ്സും കാണാപ്പാഠം അറിഞ്ഞിരിക്കണം. അതോടൊപ്പം മറ്റു വെർബ്സ് പഠിക്കുക, പുതിയ വാക്കുകൾ പഠിക്കുക, ഉച്ചാരണം പഠിക്കണം, അർത്ഥം പഠിക്കണം. അതുവഴിയാണ് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ്, ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised; advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം, ഇ ഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. അപ്പൊ ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം നിങ്ങൾ പഠിക്കണം, ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.